ലാൽസലാം തുടക്കം 9-ാം ദിനം കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ സിനിമയ്ക്ക് ഈ ഒരു ശനിയാഴ്ച അതിഗംഭീരമായിട്ടുള്ള ഒരു ദിവസമായി മാറുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2 കോടിക്ക് മുകളിൽ സിനിമ നേടിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു ദിവസം 1 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയിരിക്കുന്നത്. ഇന്ന് ഫൈനലായി എക്സ്പെക്ട് ചെയ്യുന്നത് 2 കോടി 20-25 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കുമെന്നുള്ളതാണ്. അതൊരു റെക്കോർഡാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ സിനിമ ഭയങ്കരമായി വ്യത്യസ്തത പുലർത്തുന്നു. വർക്കിംഗ് ഡേയിൽ പോലും ഗംഭീര കളക്ഷൻ നേടുന്നു. ഇന്നലെ ഇടിവായിരുന്നുവെങ്കിൽ അതിന് മുകളിലേക്കുള്ള കളക്ഷനാണ് വരുന്നത്. നമുക്കിനിയും ഓരോ ദിവസത്തെയും കളക്ഷൻ റിപ്പോർട്ടുകളിലേക്കൊന്ന് വരാം. ആദ്യ ദിനം വേൾഡ് വൈഡ് ആയിട്ട് 7 കോടി നേടിയ ചിത്രം 2-ാം ദിനത്തിലേക്ക് എത്തിയപ്പോൾ 8.5 കോടി നേടി. 3-ാം ദിനം 7.5 കോടി, 4-ാം ദിനം 3.5 കോടി, 5-ാം ദിനം 2 കോടി 60 ലക്ഷം രൂപ, 6-ാം ദിനം 2 കോടി 25 ലക്ഷം രൂപ, 7-ാം ദിനം 1 കോടി 30 ലക്ഷം രൂപ നേടി, 8-ാം ദിനം 1 കോടി 65 ലക്ഷം രൂപയും സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. വേൾഡ് വൈഡ് ആയിട്ട് 34 കോടി 30 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് 8 ദിനത്തെ കളക്ഷനായി പുറത്ത് വരുന്നത്. എന്തായാലും ഇന്നത്തോടെ സിനിമ അതിഭീകരമായിട്ടുള്ള ഒരു കളക്ഷനിലേക്ക് കുതിച്ചുയരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നത്തോടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 19 കോടി 20 കോടി റേഞ്ചിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ 20 കോടി ഇന്ന് തന്നെ ടച്ച് ചെയ്യും. എങ്ങനെ വന്നാലും 19 കോടി 80 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കേരളത്തിൽ നിന്ന് 8 ദിനത്തെ കളക്ഷനായി പുറത്ത് വന്നത് 17.71 കോടി, അതായത് 17 കോടി 71 ലക്ഷം രൂപ. ഇന്ന് ഇപ്പോൾ തന്നെ 2 കോടി കടന്നിട്ടുണ്ട് സിനിമ. അതായത് 2 കോടി 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 29 ലക്ഷം രൂപ വരികയാണെങ്കിൽ 20 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ളതാണ്. എന്തായാലും പ്രീസെയിലൂടെ തന്നെ സിനിമ ഇന്നോടെ 20 കോടി ടച്ച് ചെയ്യുകയാണ്. കർണാടകത്തിൽ നിന്ന് 1 കോടി 24 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് 34,20,50,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 65,75,000 രൂപയും നേടി. മൊത്തം ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രമായി സിനിമ 19 കോടി 95 ലക്ഷം രൂപയാണ് 8 ദിനങ്ങൾ കൊണ്ട് നേടിയത്. ഓവർസീസിൽ നിന്ന് 13 കോടി 65 ലക്ഷം രൂപയാണ്. അങ്ങനെ മൊത്തം 33 കോടി 60 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. ഇന്നത്തോടെ സിനിമ 36 കോടി കടക്കുന്നു എന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസ് വെച്ച് തന്നെ സിനിമ കിടിലൻ തൂക്കുന്നത്. എന്തായാലും ഒരു രക്ഷയുമില്ലാത്ത ഒരു കളക്ഷനാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഡൊമസ്റ്റിക് ബ്രേക്ക് ഡൗണിലേക്ക് നമുക്കൊന്ന് നോക്കാം. ആദ്യ ദിനം 2 കോടി 91 ലക്ഷം രൂപ, 2-ാം ദിനം 4 കോടി 36 ലക്ഷം രൂപ, 3-ാം ദിനം 4 കോടി 74 ലക്ഷം രൂപ നേടിയ ചിത്രത്തിന് 4-ാം ദിനം 1 കോടി 83, 5-ാം ദിനം 1 കോടി 86 ലക്ഷം രൂപ നേടാൻ കഴിഞ്ഞപ്പോൾ 6-ാം ദിനം 2 കോടി 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടാൻ കഴിഞ്ഞു. 7-ാം ദിനം 1 കോടി 5 ലക്ഷം രൂപ നേടിയ ചിത്രം 8-ാം ദിനം 1 കോടി 15 ലക്ഷം രൂപ നേടി. ഇന്ന് അതേ സ്ഥാനത്ത് ഇനിയും 9-ാം ദിനം വരാൻ പോകുന്നത് 2 കോടി 50 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നാളെ ഞായറാഴ്ചയാണ്. നാളത്തോടെ സിനിമ 39 കോടിയിലേക്ക് എത്തുമെന്നുള്ളതും സന്തോഷകരമായ വാർത്തയാണ്. ഒരു പക്ക ക്ലീൻ തിയേറ്റർ ഹിറ്റായി ഈ ഒരു സിനിമ മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് കൂടുതൽ വീഡിയോസ് വരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏകദേശം 5000 വ്യൂസാണ്, ഒപ്പം ഒരു 500 ലൈക്കെങ്കിലും.